ഇവരെ വലിയ നേതാവ് നാല് യുവതികളായ പെണ്ണുങ്ങൾ ശരിക്കും അവർത്തും കൂടി മറക്കാതെ വന്നിട്ട് അടുത്തിരുന്നിട്ട് മൂപ്പർ ഉറുക്കതി കൊടുക്കുകയും ചെയ്യാണ്. ഇത് ഏതോ ഒരാൾ ഫേസ്ബുക്കിൽ കൊടുത്തപ്പോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ തലയിൽ ഞാൻ കൈവച്ച് വെച്ച് മന്ത്രിച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ ഇവർ പ്രസിദ്ധീകരിച്ചിരിക്കാൻ. ഞങ്ങൾക്കത് കേൾക്കണോ? അതിന്റെ തൊട്ടടുത്തൊരു പുരുഷൻ ഇരിക്കുന്നുണ്ട്, അതിവർ മറച്ചു പിടിച്ചിരിക്കാൻ. കാരണം എന്താ? അപ്പൊ ഈ കുട്ടി ഏതാന്ന് മനസ്സിലായി പോയി, കുട്ടിയുടെ വയസ്സും തിരിഞ്ഞു. അതിന് വേണ്ടിയിട്ട് അത് മറച്ചിട്ടാണ് ഫോട്ടോ കാണിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുട്ടീന്റെ പേര് പറ, ആ കുട്ടീന്റെ ബാപ്പാന്റെ പേര് പറ, ആ കുട്ടീന്റെ വയസ്സ് പറ, കുട്ടീന്റെ വയസ്സ് പറ, ബാപ്പാന്റെ പേര് പറ. എന്തിനാ ഒളിച്ചു കളിക്കുന്നത്? നൂറുകണക്കിന് സ്ത്രീകൾ വരാറുണ്ട് കുറ്റിയാടിയിൽ നേർച്ച തരാൻ, ദിക്ർ വാങ്ങാൻ. അങ്ങനെ വാങ്ങിയിട്ട് 10-20 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്കും മക്കൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ മാറിയിട്ടുണ്ട്. അത് എന്റെ പവറല്ല, ഞാൻ ആ വകയിൽ 5 പൈസ വാങ്ങലുമില്ല. എല്ലാവർക്കും അറിയാം, സിറാജുൽ ഹുദ എന്നൊരു ബർക്കത്താണ്. അതിന് പേരിൽ ഒരൊറ്റ സ്ത്രീ അവിടെ വന്നാൽ എന്നോട് നേരിൽ കണ്ട് സംസാരിക്കാൻ അവസരം കൊടുക്കാറുണ്ടോ? ഇവിടെ കുറ്റിയാടിയിലുള്ളവർക്കറിയില്ലേ, ഇവിടെ ഉള്ളവർക്കറിയില്ലേ? അവരെ റൂമിൽ ഇരുന്നിട്ട് ടെലിഫോണിൽ സംസാരിക്കും. നേരെ മറിച്ച് ഒരു ചെറിയ പെൺകുട്ടി, ഞാൻ ചോദിക്കുന്നു, ആ പെൺകുട്ടിന്റെ പേരെന്താ പറയുന്നത്? ഏതാ പെൺകുട്ടി? ഞാനുമായി കാണാനും തൊടാനും പറ്റുന്ന പെൺകുട്ടിയാണോ? അല്ലേ? വയസ്സെത്രണ്ട്? മുസ്തഹാത്താണോ? അല്ലേ? പ്രായം എത്രണ്ട്? ഒക്കെ പറ. കുറെ വലിപ്പം കൂട്ടിയിട്ട് നെറ്റിൽ കാണിച്ചിട്ട് പറ്റിക്കാന്നാ വിചാരിച്ചത്? അതുകൊണ്ട് അങ്ങനെ കൊടുത്താ പോരാ. പറയുമ്പോ അതാ നേരത്തെ പറഞ്ഞത്, ആൺകുട്ടിയായിട്ട് പറയണോ, പെൺകുട്ടിയാ പറ്റില്ല, ആൺകുട്ടിയായിട്ട് പറയണം.